ചേച്ചി ഞങ്ങൾ ചാസിന്റെ ഭാഗമായ ഒരു ഇന്റേൺഷിപ്പിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്. ചേച്ചിയുടെ ഈ ചാസുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതം ഒന്ന് ഷെയർ ചെയ്യാമോ? ജീവിതം സന്തോഷകരമായിരുന്നു. ഞാൻ ഈ ബദാനിയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ 2 വർഷം നിന്ന് ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കമ്പ്യൂട്ടറൊക്കെ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ സിസ്റ്റേഴ്സും ഞങ്ങളെപ്പോലെയുള്ള 50 പിള്ളേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചു. പിന്നെ കമ്പ്യൂട്ടറൊക്കെ അവിടുന്ന് പാസ്സായിരുന്നു. ഡേറ്റ DTP പാസ്സായി. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ഇംഗ്ലീഷ് ലോവറും അവിടെ പാസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു. പിന്നെ അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ആരും പോകാൻ താല്പര്യപ്പെട്ടു. ആരും എന്നെ വിടുന്നില്ലായിരുന്നു. തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് സന്തോഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ചേച്ചി ഇപ്പോൾ ഈ ചാസിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? വെരൂർ പള്ളിയിലെ, ഞങ്ങളുടെ ഇടവകയായ വെരൂർ പള്ളിയിൽ ചാസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെരൂർ പള്ളിയിലെ വികാരിയച്ഛനാണ് ഞങ്ങളോട് പറഞ്ഞ് ചാസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടുകയും അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്രദം ആകുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ചേച്ചി ചാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെങ്ങനെയാണ് ചേച്ചിയെ സഹായിച്ചത്? കോവിഡിന് തൊട്ട് മുൻപ് നമുക്കൊരു ചെറിയ സാമ്പത്തിക സഹായം തന്നായിരുന്നു. അത് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി തീർത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ തന്നെ എന്നെ വിളിച്ചവൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ വീണ്ടും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്നുണ്ട്. കാരണം അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാണ് ഈ സഹായം തരുന്നത്. അപ്പൊ അതുകൊണ്ട് കിട്ടിയതായിരുന്നു. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് അതൊന്നും വിപുലീകരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ചേച്ചി അവസാനമായിട്ട് ഞാൻ ചോദ്യം ചോദിക്കാം. ഈ ചാസ് കാരണം ചേച്ചിയുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഒന്ന് പറയാമോ? അവർ തന്ന സഹായം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അത് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ പരിചയപ്പെടാനും പിന്നെ അവർ പരിപാടികളൊക്കെ വരുമ്പോ ചേച്ചി അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഉണ്ട്, അറ്റൻഡ് ചെയ്യാം. അവര് തരുന്ന എല്ലാ നല്ല കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് വേണ്ടി. അവരിപ്പോഴും കൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കും ഓരോന്നും ചെയ്യാൻ. ഞങ്ങളാണെങ്കിൽ തന്നെ അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കലാപരിപാടികളും മറ്റു കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ അച്ഛൻ മുതൽ ചാസിന്റെ അച്ഛൻ മുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതൊക്കെ പ്രയോജനമാകുന്നേക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ.